ബിസ്മില്ലാഹിർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആനിൽ നിന്ന് പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക. അപ്പോൾ ഒന്നാമത്തെ പാഠം, അതിൽ പഠിക്കാനുള്ളത് ഫിഅല്, ഫാഇല്, മഫ്ഊലുൻ ബിഹി, ഈ 3 എണ്ണത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫിഅല് എന്ന് പറഞ്ഞാൽ കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമീൻ ഖാസിൻ, ഒരു പ്രത്യേക സമയത്ത് ഉണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ മേൽ അറിയിക്കുന്ന കലിമത്തിനിക്കാണ്, പദത്തിനിക്കാണ് ഫിഅല് എന്ന് പറയുന്നത്. ഫാഇൽ എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നാണോ പ്രവർത്തനം ഉണ്ടായത് അയാളുടെ മേൽ അറിയിക്കുന്ന റഫ് ചെയ്യപ്പെട്ടതായ ഇസ്മാണ് ഫാഇൽ. മഫ്ഊലുൻ ബിഹി എന്ന് പറഞ്ഞാൽ ആരുടെ മേലാണ് പ്രവർത്തനം ഉണ്ടായത് ആ വസ്തുവിൻ്റെ മേൽ അറിയിക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ടതായ ഇസ്മാണ് മഫ്ഊലുൻ ബിഹി. എന്താണ് നസ്ബ്, എന്താണ് റഫ് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. ഈ കോളം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് 1 2 ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇതിൽ എല്ലാ ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. ജുംല, ഒരു ഫിഅലി, ആ ജുംല ഉണ്ട് ഇവിടെ. അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഫിഅല്, അതിൻ്റെ ഫാഇല്, മഫ്ഊലുൻ ബിഹി, ഇങ്ങനെ 3 എണ്ണം ഉണ്ടാവും. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക സ്വനാഅത്തിൽ ഉമ്മു തആമൻ, എന്നിട്ട് ഇവിടെ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, എന്നിട്ട് ഫിഅലിനെ തിരഞ്ഞെടുത്ത് എഴുതാണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് സ്വനാഅ എന്നുള്ളതാണ് ഫിഅല്, പ്രവർത്തനം. ആ ഫിഅല് ചെയ്തത് ആരാ? ഉണ്ടാക്കുക എന്നാണ്. സ്വനാഅ എന്നാണ് ഉണ്ടാക്കുക. ആര്? സ്വനാഅത്തിൽ ഉമ്മ ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കിയ ആൾ ഫായിലാണ്. ആ ഫായിലിനെ ഈ കോളത്തിലും ഫായിലിൻ്റെ കോളത്തിൽ എഴുതുക. എന്താ ഉണ്ടാക്കിയത്? ഭക്ഷണം ഉണ്ടാക്കി, തആമൻ. അപ്പോൾ അതാണ് മഫ്ഊലുൻ ബിഹി, അത് മഫ്ഊലുൻ ബിഹിയുടെ കോളത്തിൽ എഴുതുക. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, എല്ലാം നോക്കണം. ഏതെങ്കിലും 1 2 ചോദിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഫാഇൽ എന്ന് പറഞ്ഞപ്പോൾ റഫ് ചെയ്യപ്പെട്ടതാണെന്ന് പറഞ്ഞു. റഫ് ചെയ്യപ്പെട്ടതായ ഇസ്മാണെന്ന് നേരത്തെ പറഞ്ഞു. റഫ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ റഫിൻ്റെ അടയാളമാണ് ലൊമ്മ്. അപ്പോൾ അൽ ഉമ്മു, മീമിന് ലൊമ്മാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ലൊമ്മ് കണ്ടാൽ എന്ത് ഫായിലാണെന്ന് മനസ്സിലാക്കണം. തആമൻ അവിടെ നെസ്ബാണെന്ന്, മഫ്ഊലുൻ ബിഹിക്ക് നെസ്ബാണ് എന്ന് നമ്മൾ പറഞ്ഞു. നെസ്ബിൻ്റെ അടയാളമാണ് ഫത്ഹ്. തആമൻ എന്ന് മീമിൻക്ക് ഫത്ഹാണ് നൽകിയത്. ഫിഅല്, ഫാഇല്, മഫ്ഊലുൻ ബിഹി. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ താഴെയുള്ള കോളം നന്നായി ശ്രദ്ധിക്കണം. ഇതും പരീക്ഷയ്ക്ക് ഇതിന് ചിലപ്പോൾ 1 2 ചോദിക്കും. അപ്പോൾ ഇതിലും മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ചെയ്യാനുള്ളത്. മുകളിൽ ഫിഅലിനെയും ഫാഇലിനെയും മഫ്ഊലുൻ ബിഹിയൊക്കെ എഴുതി കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നാം സ്വന്തം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഖറഅൽ അബുൽ ഖുർആന, ഉപ്പ ഖുർആൻ ഓതി, പാരായണം ചെയ്തു. അപ്പോൾ പാരായണം ചെയ്യുക, ഓതുക എന്നുള്ളതാണ് ഫിഅല്. അപ്പോൾ ഇതിന് ഖറഅ എന്ന്. ആരിൽ നിന്നാണ് ആ പ്രവർത്തനം ഉണ്ടായത്? ഓതുക എന്നുള്ള പ്രവർത്തനം ഉണ്ടായത് ഉപ്പയിൽ നിന്നാണ്. അപ്പോൾ ഉപ്പയാണ് ഫാഇൽ. ഈ ലൊമ്മ വക്കീൽ മതി. ഫാഇലിന് റഫ് ചെയ്യപ്പെട്ടതായ ഇസ്മാണല്ലോ. അപ്പോൾ റഫിൻ്റെ അടയാളമായ ലൊമ്മ ബാഇന് ഉണ്ട്. അൽ ഖുർആന, ഖുർആൻ ഓതും, അതാണ് മഫ്ഊലുൻ ബിഹി. അതിന് ഇഅ്റാബ് നോക്കിയാൽ മതി. നൂനിന് ഫത്ഹാണുള്ളത്. അപ്പോൾ അത് മൻസൂബിൻ്റെ അടയാളമാണ്, നസ്ബിൻ്റെ അടയാളമാണ്. അപ്പോൾ ഫിഅലിനെ ഇവിടെ എഴുതണം, ഫാഇലിനെ ഈ കോളത്തിൽ എഴുതണം, മഫ്ഊലുൻ ബിഹി ഈ കോളത്തിൽ എഴുതണം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ശ്രദ്ധിക്കുക. അക്കല ഖാലിദുൻ അൽ കഅക്ക, ഖാലിദ് കേക്ക് തിന്നു. അപ്പോൾ അക്കല എന്നുള്ള ഫിഅലിൻ്റെ കോളത്തിൽ എഴുതുക, ഖാലിദ് എന്നുള്ളത് ഫാഇലിൻ്റെ കോളത്തിൽ എഴുതുക, കഅക്ക എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയുടെ കോളത്തിൽ എഴുതുക. സാറ തിഫ്ലു അൽ ജദ്ദ, കുട്ടി വല്ലിപ്പയെ സന്ദർശിച്ചു. അപ്പോൾ സന്ദർശിക്കുക എന്നുള്ള ഫിഅലിനെ, സാറ എന്ന ഫിഅലിൻ്റെ കോളത്തിൽ എഴുതുക, തിഫ്ലു എന്ന ഫാഇലിൻ്റെ കോളത്തിൽ എഴുതുക, ജദ്ദ എന്നുള്ള മഫ്ഊലുൻ ബിഹി ഈ മഫ്ഊലുൻ ബിഹിയുടെ കോളത്തിൽ എഴുതുക. സറഅ മുഹമ്മദുൻ അൽ ബഖല, മുഹമ്മദ് പുല്ല് ചീര കൃഷി ചെയ്തു. അപ്പോൾ കൃഷി ചെയ്യുക എന്നുള്ള അതാണ് സറഅ എന്നുള്ളതാണ് ഫിഅല്, അത് ഈ ഫിഅലിൻ്റെ കുളത്തിൽ എഴുതുക. മുഹമ്മദ് എന്നുള്ളതാണ് ഫാഇൽ, അത് ഈ ഫാഇലിൻ്റെ കുളത്തിൽ എഴുതുക. അൽ ബഖല എന്നുള്ളത് മഫ്ഊലുൻ ബിഹി, അത് മഫ്ഊലുൻ ബിഹിയുടെ കുളത്തിൽ എഴുതുക. റജഅത്തിൽ ബിന്തു ബിനൽ മദ്രസതി, പെൺകുട്ടി മദ്രസയിൽ നിന്ന് മടങ്ങി. അപ്പോൾ റജഅത്ത് എന്നുള്ളതാണ് ഫിഅല്, അത് ഈ ഫിഅലിൻ്റെ കുളത്തിൽ എഴുതുക. അൽ ബിന്തു ആണ് ഫാഇൽ, അത് ഫാഇലിൻ്റെ കുളത്തിൽ എഴുതുക. മഫ്ഊലുൻ ബിഹി ഇതിൽ ഇല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഫാഇലിലേക്ക് എപ്പോഴും റഫ് ആയിരിക്കും ഉണ്ടാകുക, മഫ്ഊലുൻ ബിഹിക്ക് നെസ്ബായിരിക്കും ഉണ്ടാകുക. റഫിൻ്റെ അടയാളം ലമ്മത്താണ്, നെസ്ബിൻ്റെ അടയാളം ഫത്ഹാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കുക. ഇത് ദിരീബാത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകുക, അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ബ്രാക്കറ്റിൽ കൊടുത്ത ഇവിടെ കൊടുത്ത ശരിയായ ഉത്തരം ഇവിടെ തിരഞ്ഞെടുത്ത ഇതാണ്. സാറ അലിയുൻ, അലി സന്ദർശിച്ചു. അൽ ജദ്ദു അൽ ജദ്ദത്തി അൽ അസ്തിഖാ, അർത്ഥം നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, എന്നാലും സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. സാറ എന്നുള്ള ഫിഅലുണ്ട് ഇവിടെ, അലി എന്ന് ഫാഇലുണ്ട്, ലമ്മുണ്ട്. അപ്പോൾ ഈ മഫ്ഊലുൻ ബിഹി വേണ്ടത്. മഫ്ഊലുൻ ബിഹിക്ക് നെസ്ബാണ് പഠിച്ചു. നെസ്ബുള്ളത് ഇതിനൊക്കെ നെസ്ബിൻ്റെ അടയാളം ഫത്ഹാണ്. അപ്പോൾ ഫത്ഹുള്ളത് അൽ അസ്തിഖാ എന്നതിനൊക്കെ. അപ്പോൾ അസ്തിഖാ, സാറ അലിയുൻ അൽ അസ്തിഖാ ആണ് വേണ്ടത്. ഇനി അടുത്തത് അക്കല ഡാഷ് അസമക്ക, അക്കല തിന്നു, അസമക്ക മീൻ തിന്നു. അപ്പോൾ ഇനി മഫ്ഊലുണ്ട് ഇവിടെ, മഫ്ഊലുൻ ബിഹി ഉണ്ട് നെസ്ബുള്ളത്. അപ്പോൾ ഇനി ഫായിലാണ് വേണ്ടത്. ഫായിൽ ലൊമ്മത്തുള്ളതാണ്, അല്ല കിത്തു എന്നുള്ളതാണ് ഫായിൽ. യഅ്കുലു എന്നുള്ളത് പറ്റില്ല, അത് ഫിഅലായതുകൊണ്ട്. ഫായിൽ എന്ന് പറഞ്ഞാൽ എപ്പോൾ ഇസ്മായിരിക്കും എന്ന് നേരത്തെ നാം പഠിച്ചു. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം ഫിഅലാണ് വരിക, രണ്ടാമത് ഫായിൽ വരും, മൂന്നാമതാണ് മഫ്ഊലുൻ ബിഹി വരിക. ഈ ഓർഡർ എന്താണെന്ന് ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ഫിഅലില്ല, ഫായിലുണ്ട്.
അതുപോലെ ബിത്തീഖ എന്ന മഫ്ഊലും ബിഹി ഉണ്ട്. അതുപോലെ വലത് കുട്ടി ആൺകുട്ടികൾ ബിത്തീഖ വത്തക്ക എന്ത് ചെയ്തു മുറിച്ചു എന്നാണ് ഖത എന്നാണ് കേട്ടോ. ഉമ്മ എന്നുള്ളത് എന്താണ് ഇസ്മാണ്, താജിർ എന്നുള്ള ഇസ്മാണ്. അപ്പോൾ ഇവിടെ ഫിയലാണ് വേണ്ടത്, ഫിയൽ ഇവിടെ ഖത എന്നുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതന്നെ ചിലപ്പോൾ എന്താവും ചോദിക്കും പരീക്ഷയ്ക്ക്. ഇതിന് താഴെയുള്ള പ്രവർത്തനം വസല ഡാഷ് അസിയാബ, വസലാണ് കഴുകി, അസിയാബ വസ്ത്രം കഴുകി, അൽ അബു അൽ ഉമ്മു അൽ ഉഖ്തു ആരാ കഴുകിയിട്ടുണ്ടാവുക. ഇവിടെ നേരത്തെ പറഞ്ഞ ആ ഐഡിയ ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ. കാരണം എല്ലാത്തിനും ലൊമ്മത്താണ്, റഫ് ആണുള്ളത്, എല്ലാതും ഇസ്മ തന്നെയാണ്. പിന്നെ എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ഫിയലിനെ ശ്രദ്ധിക്കണം. ഇവിടെ ഫിയൽ എന്താ വസല എന്നാണ്, അതായത് മുദക്കറായ ഫിയലാണ്. വസലത്ത് എന്നല്ല, വസലത്ത് എന്നാകുമ്പോൾ മുഅന്നസാകും, വസലാകുമ്പോൾ മുദക്കറാകും. അപ്പോൾ ഇവിടെ മുദക്കർ ആണായിട്ടുള്ളത് ഇവിടെ ആരുള്ളത്, ഉപ്പയാണുള്ളത്. അപ്പോൾ വസലൽ അബു ഉപ്പ കഴുകിയ സിയാബ വസ്ത്രം കഴുകി എന്നതാണ്. ഈ നജഹത്ത് വിജയിച്ചു, ദേശ് ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ വിജയിച്ചു. മിദ്ലാജ് ഉണ്ട്, ജാബിറുൻ എന്നുണ്ട്, ഖദീജത്തു. അവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, നജഹത്ത് ഇവിടെ താ ഉണ്ടായതുകൊണ്ട് പെണ്ണിനാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആണിനാണെങ്കിൽ നജഹ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഖദീജത്തു, നജഹത്ത് ഖദീജത്തു ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ വിജയിച്ചു. ഇന്ന് മൂന്നാമത്തെ തഖറഉ ഡാഷ് അൽ ജരീദത്ത വായിച്ചു, പത്രം വായിച്ചു. അൽ ജദ്ദു അൽ ജദ്ദത്തു അൽ ഉസ്താദു ആയിരിക്കും തഖറഉ. ഈ ഫീലേതാ മുഅന്നസാന മുദക്കറ നോക്കണം. ഇത് മുഅന്നസായ ഫീലാണ്. ആദ്യത്തിൽ താ ഉണ്ട്, മുഅന്നസിൻ്റെ അടയാളം താ. ഈ താ ഉണ്ടായപ്പോൾ ഇവിടെ മുഅന്നസായിട്ട് അതുള്ളത് പെണ്ണായിട്ട് ജദ്ദത്ത് മാത്രമേ ഉള്ളൂ, വല്ലിമ്മ. ബാക്കി ഇത് വല്ലിപ്പ അത് ഉസ്താദ്, അത് രണ്ടും ആണുങ്ങളാണ്. പെണ്ണായിട്ട് ജദ്ദത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തഖറഉൽ ജദ്ദത്തു അൽ ജരീദത്താണ് ഇതും എല്ലാവരും പഠിക്കണം. ഈ മൂന്നിൽ നിന്ന് ചിലപ്പോൾ 3 ചോദിക്കാം, അല്ലെങ്കിൽ 1 2 ഉറപ്പായിട്ടും ചോദിക്കും ഇൻഷാ അല്ലാഹ്. ഇനി താഴെ കൊടുത്തത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഫിയലിനെയും ഫായിലും മഫ്ഊലും ബിഹിയും തിരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ്. ഇപ്പോൾ ഖത്തല എന്നുള്ളതാണ് ഫിയൽ, ദാവൂദു എന്നുള്ളത് ഫായിൽ, ജാലൂത്ത് എന്നുള്ളത് മഫ്ഊലും ബിഹി. ഇത് ലാ യുഖ്ലിഫു എന്നുള്ളത് ഫിയലാണ്, അള്ളാഹു എന്നുള്ളത് ഫായിൽ, അൽ മിആദാണ് മഫ്ഊലും ബിഹി. പിന്നെ ആദ്ദ എന്നുള്ളത് ഫിയൽ, അള്ളാഹു ഫായിൽ, മഗ്ഫിറത്തൻ മഫ്ഊലും ബിഹി. ഇതും നന്നായിട്ട് ഇതുപോലെ തന്നെ പഠിക്കുക. ഇനി ഇപ്പുറത്ത് ഈ വാക്കുകളെല്ലാം ശ്രദ്ധിക്കണ്ടോ. ജദ്, ജദ്ദത്ത്, അമ്മ, അമ്മത്ത്, ഖാല്, ഖാലത്ത്, ഹഫീസ്, സിബത്ത്. ഇതിൻ്റെയൊക്കെ അർത്ഥം ചിലപ്പോൾ ചോദിക്കും. ജദ് എന്ന വല്ലിപ്പ, ജദ്ദത്ത് എന്ന വല്ലിമ്മ, അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരനാണ്, അമ്മത്താണ് ഉപ്പയുടെ സഹോദരി, ഖാലി എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ, ഖാലത്ത് ഉമ്മയുടെ സഹോദരി, ഹഫീദ് എന്ന പേരമകൻ, സിബത്ത് എന്ന പേരമകൾ. ഇനി താഴെയുള്ള അർത്ഥങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് എല്ലാവരും നന്നായി വായിച്ച് പഠിക്കുക. ഈ രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഇതിൽ ഫിയലുകൾ 2 രൂപത്തിൽ വരും. ഒന്ന് മഅറൂഫായിട്ടും മറ്റൊന്ന് മജ്ഹൂലായിട്ടും വരുന്നു ആണ് ഇതിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ രൂപം നോക്കിയിട്ട് എന്താകാം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സജന എന്ന് കൊടുത്തിട്ടുള്ളത്, സജന. ഇവിടെ സുജിന. ഇത് മഅറൂഫായ ഫീലാണ്, ഇത് മജ്ഹൂലായ ഫീലാണ്. എങ്ങനെ മഅറൂഫായ ഫീലിനും മജ്ഹൂലായ ഫീലിനും എടുക്കുക എന്നത് ഇവരും പഠിക്കാം. മഅറൂഫായ ഫീൽ എന്ന് പറഞ്ഞാൽ ആ ഫീലിനെ അതിൻ്റെ ഫായിലേക്ക് ചേർക്കപ്പെടും. അങ്ങനത്തെ ഫീലിനേക്കാണ് മഅറൂഫായ ഫീൽ എന്ന് പറയുക. അതായത് ആ പ്രവർത്തനം ചെയ്ത ആളിലേക്ക് ആ പ്രവൃത്തിയെ ചേർക്കും. ഏതുപോലെ സജനൽ മലിക്കു യൂസുഫ് നബിയെ രാജാവ് അറസ്റ്റ് ചെയ്തു എന്നാണ്, ജയിലടച്ചു. അപ്പോൾ ജയിലടച്ചതാരാ, മലിക്കു രാജാവാണ്. അപ്പോൾ രാജാവിനെ എന്ത് ചെയ്തു അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ ഫീലിനെ അതിലേക്ക് ചേർത്തി, ആ ഫായിലിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മജ്ഹൂലാകുമ്പോൾ ഫീൽ മജ്ഹൂലായ ഫീൽ ഹുവൽ ഫീലുല്ലദി ലാ യുസ്നദു ഇലാ ഫായിലിഹി, ഫായിലേക്ക് ചേർത്തൂല, ഫീലിനെ അതിൻ്റെ ഫായിലേക്ക് ചേർത്തി പറയൂല. ഇവിടെ നോക്കി സുജീന യൂസുഫ് നബിയെ ജയിലടക്കപ്പെട്ടു. അപ്പോൾ ആ ജയിലടച്ച വ്യക്തി എന്തായിട്ടില്ല അവിടെ പറഞ്ഞില്ല. ഇതാണ് ഫിയൽ മജ്ഹൂലും മഅറൂഫും തമ്മിലുള്ള വ്യത്യാസം. ഇനി എങ്ങനെ അതിൻ്റെ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെ മാദിയായ മഅറൂഫായ ഫിയലിനെ എങ്ങനെ മജ്ഹൂലാക്കും എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, ബിളമ്മിൽ അവലി ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ് കൊടുക്കുക, അപ്പോൾ കസ്രി മാ ഖബൽ ആഖരി അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറും കൊടുക്കുക, അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസറും ആദ്യത്തെ അക്ഷരത്തിന് ഫത്ഹും ലൊമ്മും കൊടുക്കുക. ഈ ഉദാഹരണം ശ്രദ്ധിച്ച മനസ്സിലാക്കും. കത്തബ ഇത് മഅറൂഫായ ഫിയലാണ്, അതിന് മജ്ഹൂൽ എങ്ങനെ, ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മും അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസറും കൊടുക്കുക, കുത്തിബ എന്നറിയും. കാരണം മഅറൂഫായ ഫിയലാണ്. അപ്പോൾ അത് മജ്ഹൂലാക്കുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ് കൊടുത്തു, അവസാനത്തിൻ്റെ മുൻപുള്ള അക്ഷരത്തിന് കെസറും കൊടുത്തു, അപ്പോൾ ഉഖിരിമ എന്നായി. ഇനി ഫിയൽ മാദിയാണ് നമ്മൾ മജ്ഹൂലാക്കിയത്. ഇനി മഅറൂഫായ മുദാരിയ ഫിയലിനെ എങ്ങനെ മജ്ഹൂലാക്കാം എന്നുള്ള രൂപമാണ്. അതെങ്ങനെ ചെയ്യുക, ബി ലൊമ്മിൽ അവലി ആദ്യത്തെ അക്ഷരത്തിനേക്ക് ലൊമ്മ ചെയ്യുക, ഫത്ഹി മാ ഖബൽ ആഖിർ അവസാനത്തിൻ്റെ മുൻപുള്ള അക്ഷരത്തിനേക്ക് ഫത്ഹും ചെയ്യുക. ഹു യക്തുബു അപ്പോൾ യക്തുബിന് മുദാരിയ ഫിയലാണ്, മഅറൂഫാണ്. അത് മജ്ഹൂലാക്കുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിലേക്ക് ലൊമ്മ കൊടുത്തു, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിലേക്ക് ഫത്ഹും കൊടുക്കുക, യുക്തബു എന്നായി. അപ്പോൾ അങ്ങോട്ട് മാദിയുടെയും മുദാരിയുടെയും മജ്ഹൂലിൻ്റെ രൂപം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ആദ്യത്തെ അക്ഷരത്തിനേക്ക് ലൊമ്മായിരിക്കും, അത് മാദിയാണെങ്കിലും മുദാരിയാണെങ്കിലും. എന്നാൽ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിലേക്ക് മാദിയിൽ കെസറും മുദാരിയയിൽ ഫത്ഹുമായിരിക്കും മജ്ഹൂലാക്കുമ്പോൾ ഉണ്ടാകുക. ഇതെല്ലാവരും ഓർത്ത് വെക്കുക. ഇനി താഴെ കൊടുത്തത് എന്ത് ചെയ്യാം, ഇതുപോലെ പരീക്ഷയ്ക്കുണ്ടാവും.
മാറൂഫ് കൊടുത്തിട്ട് അത് മജൂഹുലാക്കാണ്ടാവും, ചിലപ്പോൾ മജൂഹുൽ കൊടുത്തിട്ട് മാറൂഫ് ആക്കാനുണ്ടാവും. ആ ഫാലനെ മജൂഹുലാക്കിയത് അങ്ങനെ ആദ്യത്തെ അക്ഷരത്തിലേക്ക് ലൊമ്മ കൊടുത്തു ഫൂന്നതിലെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കിസ്റ ഫുഇല. നസറിൻ്റെ മജൂഹുലിൻ്റെ നുസിറ, ഫതഹയുടെ മജൂഹുൽ ഫുതിഹ, ദറബയുടെ മജൂഹുൽ ലൊരിബ, അത്ലഖിൻ്റെ മജൂഹുൽ ഉത്ലിഖ എന്നായിരിക്കും. ഈ മുദാരിയായ ഫീലിനെ മാറൂഫായ ഫീൽ മജൂഹുലാക്കി ഇങ്ങനെ യഫ്അലു ആദ്യത്തെ അക്ഷരത്തിലേക്ക് ലൊമ്മ കൊടുക്കും, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിലേക്ക് ഫതഹും കൊടുക്കും. അപ്പോൾ യഫ്അലു യുഫ്അലു, യഫ്തഹുവിന് മജൂഹുലാണ് യുഫ്തഹു, യദ്രിബുന മജൂഹുലാണ് യുദ്റബു, യൻസുറൂന മജൂഹുലാണ് യുൻസറൂൻ, യൻതളിറൂന മജൂഹുലാണ് യുൻതളറൂൻ. ഇനി ഇതുപോലെ താഴെ നോക്കുക. അൽ ഹബുലു അത്വാമു. ഇതുപോലെ നിങ്ങൾക്ക് ജുംലകൾ ഉണ്ടാക്കാനുണ്ടാവും. ഇതിൽ ഫായിലിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കുത്ത അതിൻ്റെ ഫേലിന് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി കൊടുക്കാനുള്ളതാണ്. ഈ ഇതിന് ശരിയായത് കുത്താണ്ട് കുത്തിയാണ്ട് കത്തിയ എന്നുണ്ട്. മാതി മജുഹൂലിനെ ശരിയായ രൂപത്തിൽ. അപ്പോൾ ആദ്യത്തെ അക്ഷരത്തിലേക്ക് ലൊമ്മ നോക്കണം, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറുള്ള ഏതാ കുത്തിയ എന്നുള്ളതാണ്. അപ്പോൾ അതിവിടെ കൊടുക്കുക. ഇനി ഇവിടെ മുദാരി മജുഹൂൽ ശരിയായ രൂപം ഏതാ, ആദ്യത്തെ അക്ഷരത്തിലേക്ക് ലൊമ്മ നോക്കുക, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുള്ള ഏതാ യുസ്നവു ആണ്. അപ്പോൾ ഇവിടെ യുസ്നവു താഴെ എന്നുള്ളതാണ്. ഇനി ഇതുപോലെ രണ്ടാമത്തെ നോക്കി താഴെയുള്ളത് അല്ലിസുന്ന ഹബസന്ന. ഇവിടെ ചെയ്യേണ്ടത് മാറൂഫായ ഫീലിനെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് മജുഹൂലാക്കണം ഇവിടെ ഹബസ എന്നുള്ളതാണ്. അപ്പോൾ ഹബസ ലിസു എന്നല്ല, പിന്നെ ഈ മജുഹൂലാക്കിങ്ങനെ ആദ്യത്തെ അക്ഷരങ്ങൾക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറുമാണ്. അപ്പോൾ ഹുബിസ എന്ന് ഇത് മാലിയ, ഇത് മുദാരിയാണ്. ഇതിനെങ്ങനെ മജൂഹുലാക്കൽ, ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തും. അപ്പോൾ യുസ്റഉ, അപ്പോൾ യുസ്റഉൽ അറുസു എന്നാണ് ഇവിടെ വേണ്ടത്. ഇനി ഇതുപോലെ എന്ത് ചെയ്യുക, ഈ അർത്ഥങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക. ഇനി മൂന്നാമത്തെ പാഠത്തിന് എന്തൊക്കെ വരികയാണ്, മൂന്നാമത്തെ പാഠത്തിൽ മുബ്തദ ഖബറിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ മുബ്തദ എന്ന് പറഞ്ഞാൽ ഇസ്മിയ ജുംലയുടെ ആദ്യത്തിലുള്ള റഫ് ചെയ്യപ്പെട്ടതായ ഇസ്മിനിക്കാണ് മുബ്തദ എന്ന് പറയുക. അപ്പോൾ മുബ്തദ എപ്പോഴും ആദ്യത്തിലായിരിക്കുക, അതിൻ്റെ ഇറാബ് എപ്പോഴും റഫ് ആയിരിക്കും ഉണ്ടാകുക, അതായത് റഫിൻ്റെ അടയാളമായ ലൊമ്മത്തുണ്ടാകും. രണ്ടാമത്തെ അൽ ഖബറുന, ഖബർ നമാ യുഖ്ബറു ബിഹി അൻ മുബ്തദ, മുബ്തദ തൊട്ട് പറയപ്പെടുന്നതിനേക്കാണ് എന്ത് പറയുക, ഖബർ എന്ന് പറയുക. അൽ മുബ്തദ വൽ ഖബർ മർഫൂഅൻ, മുബ്തദയും ഖബറും എപ്പോഴും റഫ് ചെയ്യപ്പെട്ടതായിരിക്കും. ഇതെല്ലാവരും നോട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ തദ്രീമാത്ത് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് കൂടുതലും എന്നല്ല മുഴുവനായിട്ടും ഇതിൽ നിന്നാണ് വരിക. അപ്പോൾ ഇതിൽ നിന്ന് ഈ ജുംലകളിൽ നിന്ന് മുബ്തദാനെ വേർതിരിച്ച് എഴുതണം, ഖബറിനെയും വേർതിരിച്ച് എഴുതണം. ഷാക്കിറും ദാരിസും, ഷാക്കിർ പഠിക്കുന്നവനാണ്. അപ്പോൾ മുബ്തദ ആണ് ആദ്യം വരിക എന്ന് നാം പഠിച്ചു, രണ്ടാമതാണ് ഖബർ വരിക. അപ്പോൾ ഇതിൽ ഷാക്കിർ എന്ന മുബ്തദ, ദാരിസ് ഖബർ. അൽ ബഹറു എന്നുള്ളത് മുബ്തദ, ഹായിസ് എന്നുള്ളത് ഖബർ. അഷുർത്തി എന്നുള്ളത് മുബ്തദ, മുറാഖിബ് എന്നുള്ള ഖബർ. ഷമീയത്തുൽ മുബ്തദ, ഉഖ്ത് എന്നുള്ള ഖബർ. അസഫിയത്തുൽ മുബ്തദ, ജാരിയത്തുൽ ഖബർ. ഇതൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക. ഇനി താഴെ കൊടുത്തതും എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലെ പരീക്ഷകളും. അൽ ഇൽമു ഉണ്ടാവും, അതിന് എന്ത് ചെയ്യാം, ജുംല ഇതുപോലെ എന്ത് ചെയ്യാം ഉണ്ടായി കൊടുക്കും. അൽ ഇൽമു നൂറുൻ. അപ്പോൾ ഈ ജുംലയായി മുബ്തദ ഉണ്ട്, ഖബറിനെ നിങ്ങളോട് എഴുതി കൊടുക്കാനായി ആദ്യം നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തന്നു. അൽ ഇൽമു നൂറുൻ, ഇൽമു പ്രകാശമാണ്. ഇനി ഇതുപോലെ ബൈത്തിനെ കുറിച്ച് ജുംല ഇസ്മിയ ജുംല ഉണ്ടാക്കണം. അതുപോലെ മസ്ജിദ് വെച്ച് ഇസ്മിയ ജുംല ഉണ്ടാക്കണം. അൽ മദ്രസത്തു എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇസ്മിയ ജുംല ഉണ്ടാക്കണം. അൽ ബൈത്തു കബീറുൻ അങ്ങനെയൊക്കെ പറയും. അൽ മസ്ജിദു അൽ മസ്ജിദു വാസിയുൻ, പള്ളി വിശാലമുള്ളതാണ് അങ്ങനെ പറയാം. അൽ മദ്രസത്തു ഖരീബത്തും, മദ്രസ അടുത്താണ് എന്നൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഉത്തരങ്ങൾ എഴുതാം. ഇനി ഇതുപോലെ താഴെ റാഹിബ് എന്നുള്ളത് ഖബർ കൊടുത്തിട്ടുണ്ട്, അതിന് മുബ്തദ നിങ്ങൾ എഴുതി കൊടുക്കണം. റാഹിബ് പോകുന്നവനാണ്. അപ്പോൾ അതിന് ഉദാഹരണം അൽ അബു റാഹിബുൻ, ഉപ്പ പോകുന്നവനാണ്. ദക്കിയത്തുൻ ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ അൽ ഉഖ്തു ദക്കിയത്തുൻ, അപ്പോൾ മുബ്തദ അൽ ഉഖ്തു ദക്കിയത്തുൻ, സഹോദരി ബുദ്ധിമതിയാണ്. ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ, പരീക്ഷക്ക് ഇതിൽ നിന്നൊക്കെ ഉണ്ട് ചോദ്യം ഉണ്ടാകുക. ഇനി മൂന്നാമത്തത് ഖായിമത്തുന്ന, നിൽക്കുന്നവൾ. അപ്പോൾ എന്ത് പറയാം, ആരാ നിൽക്കുന്നത്, ഉമ്മ. അൽ ഉമ്മു ഖായിമത്ത്, ഉമ്മ നിൽക്കുന്നവളാണ്. ഈ സഗീറും വെച്ച് നമുക്ക് എന്ത് ജുംല ഉണ്ടാക്കാം, എന്താ ചെറുതാണ്. അൽ ബൈത്ത് സഗീറും, വീട് ചെറുതാണ് എന്ന് ഒക്കെ എഴുതാം. ഇനി ഇതുപോലെ തന്നെ ഉണ്ടാവും, പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇങ്ങനെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ടാകും, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ജുംല ഉണ്ടാക്കാനുണ്ടാകും. ഇതെന്താ, ഇതെന്നെ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കുക. അൽ ജദ്ദു ജാലിസുൻ അൽ ഹദീഖത്തു ജമിയത്തുൻ ലദിയത്തുൻ അൽ ഫാഖിയത്തുൻ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ജദ്ദനോ വല്ലിപ്പ ജാലിസുൻ, നമുക്കൊരു ജുംല ഉണ്ടാക്കാം. അൽ ജദ്ദു ജാലിസുൻ, വല്ലിപ്പ ഇരിക്കുന്നവനാണ് എന്നിവിടെ എഴുതാം. രണ്ടാമത്തെ ഒരു ജുംല നമുക്ക് ഉണ്ടാക്കാം. അൽ ഫാഖിഹത്തു ലദിയത്തുൻ, പഴം നല്ല സ്വാദിഷ്ടമുള്ളതാണ്. ഇനി മൂന്നാമത്തെ ജുംല നമുക്ക് എന്തുണ്ടാക്കാം, അൽ ഹദീഖത്തു, തോട്ടം ജമിയത്തും ഭംഗിയുള്ളതാണ്. ഇത് ശ്രദ്ധിക്കട്ടോ, ഇത് എല്ലാ ക്ലാസ്സിലും ഇതുപോലെ ചോദിച്ചിരുന്നു. സായിർ, അതിൻ്റെ ബഹുവചനം. സായിർ എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, അതിൻ്റെ ബഹുവചനമാണ് സുവാർ. ദലീൽ എന്നുള്ളത് ഏകവചനമാണ്, അതിൻ്റെ ബഹുവചനമാണ് ദലായിൽ. താജിർ എന്നുള്ളത് ഏകവചനമാണ്, അതിൻ്റെ ബഹുവചനമാണ് തുജാർ എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇതും ശരിക്കും പഠിക്കുക, അറബി ആക്കാണ്ടാവും. പുസ്തകം പുതിയതാണ്,
പുസ്തകം എന്നാണ് അതിൻ്റെ അറബിൻ്റെ കിതാബ് എന്നാണ്. അൽ കിതാബു പുതിയതാണെന്ന് എന്ത് പറഞ്ഞു? അൽ കിതാബു ജദീദുൻ. അൽ കിതാബു ജദീദുൻ. ഇനി രണ്ടാമത്തെ പെൺകുട്ടി വായിക്കുന്നവളാണ്. പെൺകുട്ടി എന്ന് നമുക്ക് എന്ത് പറയും? അൽ ബിന്തു. വായിക്കുന്നവളെന്ന് പറഞ്ഞാൽ ഖാരി അത്തുൻ. അൽ ബിന്തു ഖാരി അത്തുൻ എന്നിവിടെ എഴുതി കൊടുക്കും. ഇത് നന്നായിട്ട് പഠിക്കുക. ഈ നാലാമത്തെ പാഠത്തിൽ നിന്ന് അതിനു മുമ്പ് ഈ ഭാഗം എന്ത് ചെയ്യുക? എല്ലാവരും ശ്രദ്ധിക്കണം. ഇതുപോലെ എന്ത് ചെയ്യും? ആയത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് മുബത്തദയും ഖബറിനെയും വേർതിരിച്ച് ചെയ്തിട്ടുണ്ടാവും. മുബത്തദ എപ്പോഴും ആദ്യത്തിലായിരിക്കും വരിക എന്നും പഠിച്ചു. അള്ളാഹുവിന് മുബത്തദയാണ്, അസ്സമദു എന്നത് ഖബർ. അപ്പോൾ ഇവിടെ എഴുതുക അൽ ആഖിറത്തുൽ മുബത്തദ, ഖൈർ എന്നുള്ളത് ഖബർ, അള്ളാഹു എന്നുള്ളത് മുബത്തദ, നൂർ എന്നുള്ളത് ഖബർ. ഇത് താഴെ കൊടുത്ത അർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യുക? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ നാലാമത്തെ പാഠത്തിന് എന്തൊക്കെ വരിക എന്നുള്ളത് നോക്കാം. അതിന് അപ്പോൾ നാലാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇന്ന വാഖവാത്തുഹ എന്നുണ്ടോ. ഇന്നയും അതിൻ്റെ അഖവാത്തും, അതായത് ഇന്ന അഖവാത്തിൻ്റെ ഹർഫുകളാണ് കൊടുത്തത്. ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല. ഇതെന്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇന്നയുടെ അമൽ എന്താ ചോദിച്ചെന്ന് തരും? തൻസിബുൽ മുബത്തദ, മുബത്തദക്ക് നസ്ബയും തർഫുൽ ഖബർ, ഖബറിനൊക്കെ റഫ ചെയ്യും എന്നാണ് ഉത്തരം പറയേണ്ടത്. പിന്നെ യുസമ്മലെ മുബത്തദ, ഇന്ന മുബത്തയുടെ മേലൊക്കെ പ്രവേശിക്കുമ്പോൾ ആ മുബത്തക്ക് എന്താ പറയുക? ഇസ്മു ഇന്ന എന്ന് പറയും. അതിൻ്റെ ഖബറിനൊക്കെ എന്താ പറയും? ഖബറു ഇന്ന എന്ന് പറയും. ഇനി ഇതിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കിയിട്ട് അവസാനിക്കും. നാലാമത്തെ പാഠം. അള്ളാഹു നൂറുൻ, അള്ളാഹു തവ്വാബുൻ, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ ഇത് മുബത്തദ, തവ്വാബ് എന്നുള്ള ഖബർ. അള്ളാഹു മുബത്തദയും തവ്വാബുൻ എന്നുള്ളത് ഖബറുമാണ്. അപ്പോൾ ഇത് ഇന്ന പ്രവേശിച്ചപ്പോൾ മാറ്റം ശ്രദ്ധിക്കണം എല്ലാവരും. ഇന്ന അള്ളാഹ തവ്വാബുൻ. അപ്പം മുബത്തദക്ക് ആദ്യം റഫ് ആയിരുന്നു, അതായത് റഫിൻ്റെ അടയാളം ലൊമ്മത്തുണ്ടായി. ഇന്ന വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ലൊമ്മത്ത് മാറി ഫത്തഹായി, അതായത് നസ്ബായി എന്ന്. അപ്പോൾ ഇന്നൻ്റെ ഇസ്മിക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ മുബത്തദക്ക് നസ്ബ് ചെയ്യും, ഖബറിനക്ക് റഫും ചെയ്യും. ആ തവ്വാബിനൊക്കെ ലൊമ്മത്തുമാണ്. മുഹമ്മദ് റസൂലുള്ളാഹ്, ഇത് മുബത്തദ ഏതാ? മുഹമ്മദ് റസൂൽ എന്ന ഖബർ. അപ്പോൾ ഇതിനു മുമ്പ് അന്ന പ്രവേശിച്ചപ്പോൾ, അന്ന വന്നപ്പോൾ ഇവിടെ നേരത്തെ മുഹമ്മദ് എന്നുണ്ടായത് എന്തായി? മുഹമ്മദൻ എന്നായി, ഫത്തഹ് വന്നു. റസൂലിന് ഖബറും വന്നു. അൽ കിതാബ് ഉസ്താദുൻ, അൽ കിതാബ് അപ്പോൾ മുബത്തദ, ഉസ്താദിൻ്റെ ഖബറാണ്. അപ്പോൾ കഅന്ന എന്ന് വന്നപ്പോൾ ഈ കിതാബിനൊക്കെ എന്ത് ചെയ്തു? നേരത്തെ കിതാബ് എന്നുള്ളത് കിതാബാന്നായി. അപ്പോൾ കഅന്നയുടെ ഇസ്മാണ് അൽ കിതാബ് എന്നുള്ളത്, കഅന്നയുടെ ഖബറാണ് ഉസ്താദ് എന്നുള്ളത്. അൽ മത്തറു ഖലീലുൻ, അപ്പോൾ മത്തറു എന്നുള്ളത് ഇവിടെ റഫാണ്. ലാക്കിന്ന എന്നുള്ള ഇത് വന്നപ്പോൾ എന്ത് ചെയ്യും? റഫ് മാറി മത്തറ നസ്ബായി മാറി. അപ്പോൾ ലാക്കിനൽ മത്തറ ഖലീലുൻ. ഇത് പൂരിപ്പിക്കാനുണ്ടാവും, എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഈ ബ്രാക്കറ്റിൽ ഈ ഇന്ന അന്ന കാന കൊടുത്തിട്ട് ബാക്കി ഈ സ്ഥലങ്ങൾ ഒഴിഞ്ഞിട്ടുണ്ടാവും, അവിടെ നിങ്ങൾക്ക് പൂരിപ്പിക്കാനുണ്ടാവും. അത് നന്നായിട്ട് എന്ത് ചെയ്യുക? ഇത് നന്നായി പഠിച്ചാൽ ഉത്തരം എഴുതാൻ സാധിക്കും. ആ തുറാബ് ദഹബുൻ, അവിടെ ലൈത്ത എന്നുള്ളത് തുറാബിന് മുൻപ് വന്നപ്പോൾ എന്തായി? റഫ് മാറി നസ്ബായി, ഇവിടെ ഫത്തഹ് വന്നു. അതിൽ മരീദു നായിമുൻ, അപ്പോൾ ലഅല്ല എന്നുള്ളത് അവിടെ വന്നപ്പോൾ മരീദിൻ്റെ മുൻപ് വന്നപ്പോൾ മരിയല്ല എന്നായി മാറി. ഇതുപോലെ താഴത്തത് എന്ത് ചെയ്യുക? നമുക്ക് എഴുതി പഠിക്കേണ്ടതാണ്. ഇന്ന അള്ളാഹു തവ്വാബുൻ, അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇന്ന അഖവാത്തിൽപ്പെട്ടത് ഏതാണെന്ന് നോക്കുമ്പോൾ ഇന്നയുടെ എഴുതി. അത് ഇന്നയുടെ ഇസ്മ ഏതാ വെച്ചുമ്പോൾ അള്ളാഹ എന്നുള്ളതാണ്. ആ ഇസ്മ നോക്കിയാൽ മതി. ഇന്നയുടെ ഖബർ ഇവിടെ എഴുതുക. ഇതുപോലെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ, ഇതിൽ ഇന്ന അഖവാത്തിൽപ്പെട്ടത് അന്ന എന്നുള്ളത്. മുഹമ്മദ് എന്നുള്ളത് അന്നയുടെ ഇസ്മ ഇവിടെ എഴുതുക. റസൂൽ എന്നുള്ള അന്നയുടെ ഖബറായിട്ട് എഴുതാം. കാനൽ കിതാബ, കാന എന്നുള്ളത് ഇന്ന അഖവാത്തിൻ്റെ കുളത്തിൽ എഴുതുക. കാനയുടെ ഇസ്മാണ് ഇതിൽ കിതാബാണ്, അപ്പോൾ ഇസ്മിൻ്റെ കുളത്തിൽ എഴുതുക. ഉസ്താദ് എന്നുള്ള കാനയുടെ ഖബറാണ്, അത് ഖബറിൻ്റെ കുളത്തിൽ എഴുതുക. അസ്സഹാബ് കസീർ ലാക്കിന്നൽ മത്ര ഖലീലുൻ, അവിടെ ലാക്കിന്ന എന്നുള്ളത് ഇന്ന അഖവാത്തിൽപ്പെട്ടതായതുകൊണ്ട് ഇവിടെ എഴുതണം. മത്ര എന്നത് ലാക്കിനയുടെ ഇസ്മ ആയതുകൊണ്ട് ഇവിടെ എഴുതണം. ഖലീൽ ലാക്കിനയുടെ ഖബറായതുകൊണ്ട് ഇവിടെ എഴുതണം. ലൈത്ത തുറാബ, ലൈത്ത എന്ന ഇന്ന അഖവാത്തിൽപ്പെട്ടതുകൊണ്ട് ഇവിടെ എഴുതണം. തുറാബ ലൈത്തയുടെ ഇസ്മാണ്, അത് ഇവിടെ എഴുതണം. ദഹബ് എന്നുള്ളത് ലൈത്തയുടെ ഖബറാണ്, അത് ഇവിടെ എഴുതണം. ലഅല്ല അൽ മരീള നായിമൻ, ലഅല്ല ഇന്ന അഖവാത്തിൽപ്പെട്ടതുകൊണ്ട് ഇന്ന അഖവാത്തിൻ്റെ കുളത്തിൽ എഴുതണം. അതുപോലെ അൽ മരീള എന്നുള്ള ലഅല്ലയുടെ ഇസ്മ ആയതുകൊണ്ട് ഇസ്മിൻ്റെ കുളത്തിൽ എഴുതുക. നായിം എന്നുള്ളത് ലഅല്ലയുടെ ഖബർ, ഇവിടെ ഖബറിൻ്റെ കുളത്തിൽ എഴുതുക. ഈ ഫത്തഹും ഈ ലൊമ്മ എല്ലാവരും ശ്രദ്ധിക്കണം. ലഅല്ലയുടെ ഇസ്മിനൊക്കെ എപ്പോഴും എന്തായിരിക്കും? അല്ല, ഇന്ന അഖവാത്തിൽപ്പെട്ടതിൻ്റെ ഇസ്മിനൊക്കെ എപ്പോഴും നസ്ബായിരിക്കും, അതായത് ഫത്തഹായിരിക്കും. ഖബറിനൊക്കെ എപ്പോഴും റഫ് ആയിരിക്കും, അതായത് ലൊമ്മത്തായിരിക്കും അതിൻ്റെ അടയാളം. ഇനി ഇവിടെ ഇത് ശ്രദ്ധിക്കുക, ഇതിൽ നിന്നും ചോദിക്കുന്നതാണ്. അൽ വലതു ഖാരിഉൻ ഡാഷ് അൽ വലതു ഖാരിഉൻ. ഇന്ന ഫീക്കാണ് ഏതാ കൊടുക്കേണ്ടത്? ഇന്നയാണ് കൊടുക്കേണ്ടത്. ഇന്നയാണ് ഇവിടെ ഇസ്മിക്ക് നസ്ബ് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ ഇന്ന. അൽ ബൈത്ത് ജദീദ് ലാക്കിന്നൽ ബാബ ഖദീമുൻ ഏതാ വേണ്ടത്? ലാക്കിനൻ്റെ ഇസ്മ ഇവിടെ ഉണ്ട്, ഇസ്മിക്ക് നസ്ബ് ചെയ്ത് ഇവിടെ. പിന്നെ അപ്പോൾ ലാക്കിൻ്റെ ഖബറിനൊക്കെ എന്തായിരിക്കും? റഫ് ആയിരിക്കും. അപ്പോൾ ഇതവിടെ ഖദീമുൻ റഫിൻ്റെ അടയാളം ലൊമ്മത്തുണ്ട്. ഇനി അലിമത്തു ഞാൻ അറിഞ്ഞു, എന്ത്? അത്വാലിബ് നാജുഹെന്ന്, അവിടെ എന്താ വേണ്ടത്? ലൈത്താന്ന ലാക്കിന അന്ന, ഇത് മൂന്നും ഇസ്മിക്ക് നസ്ബ് ചെയ്യുന്ന ഖബറിനൊക്കെ റഫ് ചെയ്യും. പക്ഷേ ഇതിന് അർത്ഥം അറിയാം, എന്ത്?
അന്ന എന്നാണ് ഇവിടെ വേണ്ടത് കേട്ടോ. അന്ന എന്ന ലൈത്ത പറ്റൂല, ലക്കിനെയും പറ്റൂല, അർത്ഥം ശരിയാവില്ല. പിന്നെ ഇങ്ങനെ ഹർക്കത്ത് ഇടാണ്ടാവും. ഇത് 100% ഉറപ്പിച്ചോളി. ഇതിൽ നിന്ന് ചിലപ്പോൾ 1 2 ചോദിക്കും. അന്നൽ ഖമറ മിസ്ബാഹു എന്ന് വായിക്കുക. അന്ന അൽ ഖമറു എന്ന് വായിക്കില്ല. അന്നൻ്റെ ഇസ്മാണ്, അപ്പോൾ ഖമറ എന്നാണ് വായിക്കുക. അന്നൽ ഖമറ മിസ്ബാഹുൻ, അപ്പോൾ ഖബറിനക്ക് റഫ്ആണ്. മിസ്ബാഹുൻ ഹായിനക്ക് ലമ്മ കൊടുക്കുക. ഇല്ല ലൈത്തൽ ഉഴ്ത്തിലത്ത എനിക്ക് എന്ത് ചെയ്യാം, അവിടെ ഫത്തഹാണ്. ലൈത്തയുടെ ഇസ്മാണല്ലോ, ഇസ്മിനക്ക് നിസ്ബായതുകൊണ്ട് ഫത്തഹ് കൊടുക്കണം. ലൈത്തൽ ഉഴ്ത്തിലത്ത ഖരീബത്തുൻ എനിക്ക് ലമ്മ കൊടുക്കുക. ഖബറിനക്ക് റഫ്ആണ്. ഇനി ഇതുപോലെ അറബീകരിക്കണ്ടോ, അറബിയാക്കുക. തീർച്ചയായും അറിവ് വെളിച്ചമാണ്. അതങ്ങനെ അറബി ചെയ്ത ഇന്നൽ ഇൽമ, നിശ്ചയം അറിവ്, നൂറുൻ, ഇന്നൽ ഇൽമ നൂറുൻ, ഇന്നൽ ഇൽമാൻ തന്നെ പറഞ്ഞിട്ടോ, ഇൽമൂൻ എന്ന് പറഞ്ഞാൽ തെറ്റാവും. പിന്നെ പൂച്ച പുലിയെ പോകണം. അപ്പം എന്താ, കഅന്നൽ ഹിറത്ത നമിറുൻ എന്നെ എഴുതണം. ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക.